നടന്മാരായ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമ സുൽത്താനയുമായി വാട്സപ്പിൽ ബന്ധപ്പെട്ടതായി വിശദാംശങ്ങൾ. ശ്രീനാഥ് ഭാസിയോട് ഹൈബ്രിഡ് വേണമോ എന്ന് ചാറ്റിൽ തസ്ലീമ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഷൈൻ ടോം ചാക്കോയുമായുള്ള ചാറ്റ് നീക്കിയ നിലയിലാണ് കണ്ടത്. മനീഷ് മഹിമാൽ വിവരങ്ങൾ നൽകും. ആലപ്പുഴയിൽ നിന്ന് മനീഷ്, വിശദാംശങ്ങൾ. SKN ഈ 3 പ്രതികളെയും ഇന്നലെയാണ് എക്സൈസിന് കസ്റ്റഡിയിൽ ലഭിച്ചത്. അങ്ങനെ 3 പ്രതികളുമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഇന്നലെ രാത്രി തന്നെ എക്സൈസ് സംഘം ആരംഭിച്ചിട്ടുണ്ട്. 3 പേരെയും മാറി മാറി വ്യത്യസ്തമായിട്ടുള്ള എക്സൈസ് സംഘം തന്നെയാണ് ഇവരെ മാറി മാറി ചോദ്യാവലി അടക്കം തയ്യാറാക്കിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ ഇവരുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയിൽ നിന്നും കുറേ വിവരങ്ങൾ കൂടി എക്സൈസിന് ലഭ്യമായിട്ടുണ്ട്. അതായത് ശ്രീനാഥ് ഭാസിയുമായിട്ടുള്ള കൃത്യമായ ചാറ്റ് വീണ്ടെടുക്കാൻ എക്സൈസ് സംഘത്തിന് സാധിച്ചു. അതിൽ അവസാനം ഒടുവിലത്തെ ചാറ്റ് ഹൈബ്രിഡ് കഞ്ചാവ് വേണമോ എന്ന് അങ്ങോട്ടേക്ക് ഓഫർ ചെയ്യുന്നുണ്ട് ഈ സുൽത്താൻ, അതായത് ഈ കേസിലെ 1-ാം പ്രതി തസ്ലീമ സുൽത്താൻ. അപ്പോൾ മറുപടി ശ്രീനാഥ് ഭാസി വെയിറ്റ് എന്ന് മറുപടി മാത്രം നൽകുന്നു. ഈ ചാറ്റ് നടത്തിയത് ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ വെച്ച് ഇവരെ പിടികൂടുന്ന തലേ ദിവസമാണ് ഈ ചാറ്റ് നടത്തിയതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 6 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ടായിരുന്നു ഇവർ ചെന്നൈയിൽ നിന്നും അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നാണ് ബാംഗ്ലൂർ ചെന്നൈ മാർഗം ഇവിടെ കേരളത്തിലേക്ക് എത്തിയത്. അങ്ങനെ ശ്രീനാഥ് ഭാസിയുടെ തലേ ദിവസം കൂടി ചാറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഷൈൻ ടോം ചാക്കോയായിട്ടുള്ള ചാറ്റ് പൂർണ്ണമായും ഡിലീറ്റ് ചെയ്തിരുന്നില്ല. പക്ഷേ ഇയാളുമായി പലതവണ വാട്സപ്പിൽ കോൾ ചെയ്തതിൻ്റെ കോൾ ലോഗ് എക്സൈസ് സംഘത്തിന് വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നടന്മാരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഏറെക്കുറെ എക്സൈസ് സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. ഇനി ഇവരെ സംബന്ധിച്ചുള്ള ഈ കഞ്ചാവ് ഇടപാടിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് ലഭ്യമാകാനുള്ളത്. ഒപ്പം തന്നെ 2017 ഒരു സ്വർണ്ണക്കടത്ത് കേസിൽ തസ്ലീമ സുൽത്താന ഡൽഹിയിൽ വെച്ച് പിടിയിലാവുകയും അന്ന് തിഹാർ ജയിലിൽ 5 ദിവസത്തെ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. അങ്ങനെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ചില തൻ്റെ മുൻകാല കേസുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എക്സൈസ് സംഘത്തോട് തസ്ലീമ സുൽത്താന തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഇവരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. SKN